ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അക്ഷരമുറ്റം ക്യൂസ് 2024 അക്ഷരമുറ്റം പതിപ്പിൽ നിന്നുള്ളതും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ GK ക്വസ്റ്റ്യൻസും വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. കേന്ദ്ര സർക്കാരിൻ്റെ ഗതാഗത ബഹുതല മാതൃകയിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി ഏത്? PM ഗതിശക്തി. 54ാം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പൃഥ്വിരാജ്. ആടുജീവിതം. 54ാം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? കാതൽ. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2023 മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയതാര്? ബ്ലെസ്ലി. ആടുജീവിതം. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആര്? P. സതീദേവി. ആഫ്രിക്കയിൽ പടർന്നു പിടിച്ച എംപോക്സ് എന്ന മാരക രോഗം ഏഷ്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഏതു രാജ്യത്താണ്? പാകിസ്ഥാൻ. ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ്. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ഓഗസ്റ്റ് 23. ഡ്യൂറന്റ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോൾ. പാട്ടുബാക്കി എന്ന നാടകം രചിച്ചതാര്? K. ദാമോദരൻ. തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം? കേരളം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞതാര്? സഹോദരൻ അയ്യപ്പൻ. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? ശങ്കരനാരായണൻ തമ്പി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏതാണ്? കോട്ടയം. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ഇടുക്കി. ഇടവപ്പാതിയുടെ മറ്റൊരു പേര്? കാലവർഷം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്നത് കാക്കയാണ്, എന്നാൽ കാട്ടിലെ തോട്ടി എന്നറിയപ്പെടുന്നത്? കഴുതപ്പുലി. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഏത് ഫലത്തെയാണ്? ഏത്തപ്പഴം. ഞെട്ടറ്റ ആപ്പിൾ താഴേക്ക് വീണ സംഭവത്തിൽ നിന്നും സുപ്രധാനമായ ഒരു കണ്ടെത്തൽ നടത്തി. ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം ആരാണ് ഈ കണ്ടെത്തൽ നടത്തിയത്? ഐസക് ന്യൂട്ടൻ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത് 1857 ഈ സമരത്തിലെ ധീരനായ രക്തസാക്ഷിയുടെ പേര്? മംഗൾ പാണ്ഡെ. 10 വർഷം മുമ്പ് 10 വയസ്സുണ്ടായിരുന്ന ഒരാൾക്ക് ഇനി 10 വർഷം കൂടി കഴിയുമ്പോൾ എത്ര വയസ്സുണ്ടാകും? 30. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ഈ സിനിമാ ഗാനത്തിന് സംഗീതം നൽകിയതാര്? വി. ദക്ഷിണമൂർത്തി. കേരളത്തിൽ ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചത് ഒരു സാഹിത്യകാരനാണ്. ആരാണ് ഈ സാഹിത്യകാരൻ? തകഴി ശിവശങ്കരപ്പിള്ള. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ്? ഗ്രിഗർ മെൻഡൽ.
കൊതുകിന്റെ ലാർവകളെ നശിപ്പിക്കാൻ ജലാശയങ്ങളിൽ വളർത്തുന്ന മത്സ്യം. ഗപ്പി. ഒരു കുരുവിയുടെ പതനം എന്ന ആത്മകഥ എഴുതിയതാര്? സലീം അലി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ. നോബൽ സമ്മാനം ഏർപ്പെടുത്തിയതാര്? ആൽഫ്രഡ് നോബൽ. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്താണ്? മണികർണിക. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണ്? ചെമ്മനം ചാക്കോ. ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതാര്? ആൽഫ്രഡ് നോബൽ. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക ഈ മാർച്ചിങ് ഗാനം രചിച്ചത്? പി ഭാസ്കരൻ. ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് 1907 ജർമ്മനിയിലെ സ്റ്റൂട്ട്ഗർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ്. ആരാണ് പതാക ഉയർത്തിയത്? മാഡം ഭിക്കാജി ഗാമ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി എഴുതിയ ചിരസ്മരണ എന്ന നോവലിൻ്റെ കർത്താവ്? നിരഞ്ജന. ബഹിരാകാശത്ത് ആദ്യമായി സിനിമ ചിത്രീകരിച്ചത്? റഷ്യ. കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ഗവർണറുടെ നയപ്രഖ്യാപനത്തിനു മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിട്ട വനിതാ അംഗം? കെ ശൈലജ. പൈപ്പ് ലൈൻ വഴി ആശുപത്രി കിടക്കയിൽ നേരിട്ട് ഓക്സിജൻ സപ്ലൈ എത്തിക്കുന്ന പദ്ധതിയാണ് പ്രാണ പ്രൊജക്റ്റ്. നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ആശുപത്രി ഏതാണ്? തൃശൂർ മെഡിക്കൽ കോളേജ്. ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ചത് തിരുവനന്തപുരത്തെ ഏത് സ്ഥലത്ത് നിന്ന്? തുമ്പ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്ത്? കേരളം. കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനും അവരെ ശക്തരാക്കുന്നതിനും വേണ്ടി ആരംഭിച്ച മിഷൻ 25 വർഷം പൂർത്തിയായി. എന്താണ് അതിൻ്റെ പേര്? കുടുംബശ്രീ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി. വയനാട് വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നയിച്ച രാജാവ് ആര്? പഴശ്ശിരാജ. 1000 കിലോഗ്രാം എത്ര? 1 ടൺ.